ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു വെഡ്ഡിങ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ കോളേജിലൊരു ഗേൾസ് ഗ്യാങ്. അപ്പോൾ ഞങ്ങൾ 6 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞങ്ങൾ 6 പേരിൽ ആദ്യത്തെ കല്യാണമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കല്യാണ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഹൽദിയുടെ അന്നൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ പോകാനാണ് പരിപാടി. അപ്പോൾ നേരെ ഞാൻ എൻ്റെ ഫ്രണ്ട് അക്ഷരൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയിലാണ് ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഒക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹൽദി പരിപാടി നല്ല ഗ്രാൻഡായിട്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൽദിയുടെ ആ ദിവസം തന്നെ തലേ ദിവസം അവർക്കൊരു തൊട്ടപ്പുറത്തെ വീട്ടിലൊരു മരണം നടന്നുകൊണ്ട് നമ്മൾ ആ ഗ്രാൻഡ് പരിപാടിയൊക്കെ അവർ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് മിനിമലായിട്ട് പാട്ടോ ഡാൻസും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് സെറ്റായിട്ടിരിക്കുമായിരുന്നല്ലോ. ഉണ്ടാക്കിയോടെ ഞാൻ എന്തോ പട്ടിഷോ കാണിക്കുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ആയിരുന്നു അവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റ്, ബാക്കി എല്ലാവരും ഫേസ് ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവളെ ഒരുക്കി ഞങ്ങൾ അടിപൊളിയാക്കി എടുത്തു. പിന്നെ നമ്മൾ നേരെ സ്റ്റേജിലോട്ട് പോവുകയാണ്. ജസ്റ്റ് വലിയ പരിപാടിയൊന്നും ഫോട്ടോ എടുത്തു, പിന്നെ മധുരം വെക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മളെ ബ്രൈഡ് അവിടെ ആസനസ്ഥയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും മധുരമൊക്കെ വെച്ച് പിന്നെ ഞങ്ങളും കയറി. ഞങ്ങളിപ്പോൾ എന്തുവാ സംസാരിക്കുന്ന തരത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പുള്ളിക്കാരിക്ക് നമ്മളെല്ലാവരുടെ സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്ത് ഇപ്പോൾ ഫ്രെയിമിൽ ശരിക്കും ഞങ്ങൾ 5 പേരേ ഉള്ളൂ. ഒരാളും കൂടെ ഉണ്ട്, ദേവു വരാൻ പറ്റിയില്ലായിരുന്നു ആ ദിവസം. ശരിക്കും ഞങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പം അയ്യോ എന്ന് തോന്നും. അതുപോലായിരുന്നു. ഞാൻ കോളേജ് ടൈം എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമായിരുന്നു. ഞാൻ പെട്ടെന്ന് വേറൊരു ക്ലാസ്സിൽ നിന്ന് ഇവരുടെ ക്ലാസ്സിലോട്ട് ചേഞ്ചായി വന്നതായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചേഞ്ചായി വന്നൊരു 2 മന്ത്സിൻ്റെ ഇടയിൽ ക്ലാസ്സിൽ എല്ലാവരും ഓൾറെഡി ഫ്രണ്ട്സായി സെറ്റായി. അപ്പം ഞാൻ മാത്രം എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോകാൻ ഇഷ്ടമല്ല. നമ്മൾ +2 ഒക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടാണല്ലോ ഡിഗ്രി ലൈഫിലോട്ട് വരുന്നത്. പെട്ടെന്ന് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു പിന്നെ കൊറോണ വന്നത്. ആ ഒരു കൊറോണ ടൈമിൽ നമ്മൾ ക്ലാസ്സിൽ എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് സ്വന്തമായിട്ട് ഫോണുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് 5 പേർക്കായിരുന്നു തോന്നുന്നു സ്വന്തമായിട്ട് ഫോണുള്ളത്. അങ്ങനെ എങ്ങനെയോ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ആ ഗ്രൂപ്പ് ഇന്നും ആ ഗ്രൂപ്പിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ആ സമയത്ത് എന്ത് പേരാണോ ആ ഗ്രൂപ്പിനുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്നും. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ പെട്ടെന്നായിരുന്നു 6ാമത്തെ ആളുടെ എൻട്രി. അവളോട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും സെറ്റായി. ആ കൂട്ടത്തിൽ ഒരാളുടെ കല്യാണമാണ്. അപ്പോൾ നമുക്കത് നമ്മളുടെ ഫാമിലി പോലെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ ഡേ ആണ്. റിസപ്ഷൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും അപർണയുടെ വീട്ടിലാണ്. അപ്പോൾ അപർണയുടെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങളെല്ലാവരും റെഡി. സത്യം പറഞ്ഞാൽ ഒരുങ്ങുന്ന കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ നല്ലൊരു വ്ളോഗ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അത് മുന്നേ പ്ലാൻ ചെയ്തത്. പക്ഷെ അതൊന്നും നടന്നില്ല. സംഭവം എന്തൊക്കെയോ ഫോൺ ക്യാമറയുടെ പ്രശ്നം, സ്റ്റോറേജ് പ്രശ്നം ഒക്കെ കൊണ്ട് നല്ലൊരു വീഡിയോ ആക്കി എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ ചെന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ദേവു അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവരാണ് വന്ന് വെഡ്ഡിങ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും എല്ലാം 10 റൗണ്ട് ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങളിങ്ങനെ വന്ന് ഇവിടെ ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ ഗ്രൂമിൻ്റെ എൻട്രി ആയിരുന്നു. അവർ ലവ് മാരേജ് ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ ഗ്രൂമിൻ്റെ എൻട്രി കണ്ടപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഇമോഷണലായിട്ട് സൈഡിൽ ഇരുന്ന് കരയുന്നുണ്ട്. അക്ഷര ഇവിടെ ഭയങ്കര ഇമോഷണലായി ആ ഒരു എൻട്രി സോങ്ങും അവർ നിന്നത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെഹന്തിയും ആ ദിവസം തന്നെ ആയിരുന്നു. ജസ്റ്റ് മെഹന്തി അനാറോ മെഹന്തി ഇങ്ങനെ വെറ്റിലയ്ക്കകത്ത് വരയ്ക്കുന്നുണ്ട്. ഞങ്ങൾ അന്നേരം ഒന്നും അങ്ങോട്ട് പോയില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. ഫുഡ് കഴിക്കാൻ പിന്നെ ഫുഡൊന്നുമില്ലായിരുന്നു. ഒരുപാട് മെനു ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ ഫുഡൊന്നുമില്ല. ഞങ്ങളെ പറഞ്ഞാൽ മതി. കാര്യം അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വന്നാൽ എന്തെങ്കിലും കിട്ടും. പക്ഷെ അത്രയും ആൾക്കാരുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ 7 മണിക്ക് ചെന്നിട്ട് ഫുഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ വന്ന് എല്ലാവരും കൂടെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ഡേ. എനിക്കറിയത്തില്ല, 1.5 മാസത്തെ പ്ലാനിങ്ങിന് കൂടിയിട്ടുള്ളൊരു കല്യാണമാണ്.
അപ്പം ദേ അതാണ് ഇത് എൻ്റെ അപർണയുടെ വീട്ടിലെ 2 പപ്പീസാണ്. പിന്നെ അതും ഗെറ്റ് റെഡിയും കാര്യങ്ങളും ഒത്തിരി റീലും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സാരി. ഞങ്ങൾ 5 പേരും ഒരേപോലത്തെ സാരി പല കളറെടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും സാരിയൊക്കെ ഉടുത്ത് സെറ്റായി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. ശ്രീധാര്യം കൺവെൻഷൻ സെൻറ്റർ കരുനാഗപ്പള്ളി വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങൾ അത്യാവശ്യം തലേന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് എന്തായാലും നേരത്തെ വരുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ വന്നു. അതും ബ്രൈഡ് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ആമിന. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രിയും കാര്യങ്ങളും അവിടെ മുസ്ലിംസിന് കുറേ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു ഫ്രണ്ട്സിൽ. അങ്ങനെ ഞങ്ങളുടെ സുന്ദരി മണികൾ. അങ്ങനെ നമ്മൾ ഗ്രൂമൊക്കെ വന്നു. പിന്നെ നമ്മുടെ കല്യാണ ചടങ്ങും കാര്യങ്ങളും പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി. നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. കാര്യം തലേന്ന് നമുക്ക് ഫുഡ് തീരെ കിട്ടിയില്ലായിരുന്നു, ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ അന്ന് നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെ പരിപാടിയായിരുന്നു ഫുള്ള്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിൽക്കാൻ നേരത്തായിരുന്നു ഒരു ചേട്ടൻ മറ്റേ സ്ട്രീറ്റിൽ ഇങ്ങനെ ഓരോരുത്തർ വരത്തില്ലേ, അങ്ങനെ ഞങ്ങളെ കൊണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചു ആ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾക്കൊരു 100 രൂപ ക്യാഷ് പ്രൈസും കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രൈഡിനോട് ബൈ പറയാൻ നേരം അവിടെ കരച്ചിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡും ഗ്രൂമുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. അങ്ങനെ നമ്മുടെ 1.5 മാസത്തെ പ്രിപ്പറേഷന് ശേഷം നമ്മുടെ കല്യാണം ഇവിടെ വൈൻഡപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കല്യാണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.